അവനവിട അണ്ണാ അവൻ ആ ഗോഡൗണിലുണ്ട്. മോനെ, നീ ചെറിയ പ്രായമാണല്ലോ. ദിവാകരൻ മുതലാളിക്കൊരു പരാതി. അയാളുടെ മോൾക്ക് ഉറക്കമില്ല. രാത്രി മൊത്തം നിന്നെ ഫോൺ വിളിയാണെന്ന്. അവളായിട്ട് വിളി നിർത്തില്ല. പിന്നെ ആകെയുള്ളൊരു വഴി നീ കേൾക്കാതിരിക്കുക എന്നുള്ളതാ. അതിനിപ്പോ എന്താ ചെയ്യുക? ചെയ്യലേട്ടാ, ചെയ്യലേട്ടാ, നീ നേരത്തെ എത്തിയോ? സാറെന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ആ വാ പറയാം. സുഗതൻ നേതാവ് നടക്കുകയല്ലേ ആദിവാസികളെ സംരക്ഷിക്കാൻ. അവരുണ്ടെന്ന് വെച്ച് ഇവിടെ പണക്കാർക്ക് ജീവിക്കണ്ടേ? അതീ കാര്യമില്ല ഏട്ടാ. ഏത് കൊലക്കൊമ്പനായാലും നമ്മൾ പൂട്ടും. ചേട്ടനത് മാർട്ടിനെ അങ്ങ് ഏൽപ്പിക്കും. നിനക്കറിയാമല്ലോ, അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേ ആ ഭൂമി നമുക്ക് അവകാശപ്പെട്ടതാണ്. അതെനിക്ക് ഒഴിപ്പിച്ചെടുക്കണം. അതിന് നീ വേണ്ടത് ചെയ്യണം. അതിൻ്റെ അടുത്ത് പ്രത്യേകം പറയണോ? സാറ് ധൈര്യമായിട്ട് വയ്ക്കോ, ഞാനവരെ കൈകാര്യം ചെയ്തോളാം. ആ സുഗതനാണ് അതിൻ്റെ പിന്നിൽ. അവനെ സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റു. നീ നേരിട്ടിടണ്ട. മണിയാ, അണ്ണൻ വിളിക്കുന്നുണ്ടില്ലേ? കേറി വാ, കേറി വാടാ. ചന്ദ്രദേവൻ സാറ് എന്താണെന്ന് വെച്ചാൽ തരും. 3 ദിവസം കൊണ്ട് ഒഴിഞ്ഞു പോയിക്കോണം. അത് അയാൾക്ക് അവകാശപ്പെട്ട ഭൂമിയാ. ഇല്ലെങ്കിൽ കുഞ്ഞുകുട്ടി അടക്കം എല്ലാത്തിനെയും കത്തിക്കും. ഞങ്ങളിനി എങ്ങോട്ട് പോകും സാറേ? ആ സുഗതൻ സാറ് പറഞ്ഞല്ലോ ഞങ്ങൾ എങ്ങും പോകണ്ടെന്ന്. എന്നാ പിന്നെ നിന്നെ കണ്ണ മേളിലോട്ട് വിടൂടാ. പറഞ്ഞ പോലെ ചെയ്താൽ മതി. വിടടാ. മാർട്ടിനെ, ഈ കേസ് നീ കൈകാര്യം ചെയ്താൽ
ക്യാപ്റ്റൻ വന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം ഈ ഊര് വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന്. നിങ്ങളെന്തിനു പോകണം? നിങ്ങൾ എവിടെയും പോണ്ട. നിങ്ങളെ ആരും ഇവിടെ നിന്ന് ഒഴിപ്പിക്കില്ല. ഞാൻ കളക്ടർക്കും മന്ത്രിക്കും പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പരാതിയൊക്കെ കളക്ടർ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് പറയണം. ഞങ്ങൾ നേതാവ് പറയുന്ന പോലെ ചെയ്യാം. നിങ്ങൾ കളക്ടറോട് പരാതി പറയണം. എനിക്ക് കവലയിൽ ഒരു ഭൂസമരത്തിന് പങ്കെടുക്കണം. ഈ മണ്ണിൻ്റെ മക്കളുടെ ഭൂമിയും വെള്ളവും ഞാനുള്ളിടത്തോളം, എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വരട്ടെ. ஐயா சுகதன் சார் கிளம்பிட்டாரு. അയ്യോ അമ്മേ. കാടിൻ്റെ ചങ്കിൽ നിന്നൊരു പാട്ടു കേട്ടു ഞാൻ, കണ്ണീരിനീണമുള്ളൊരു പാട്ടു കേട്ടു. സാറേ, കുഴപ്പമൊന്നും ആവില്ലല്ലോ? മെമ്പറെ, എൻ്റെ അനുവാദമില്ലാതെ ഈ വാർഡ് വിട്ടു പോകരുത്. ആ ഫോണിൽ തന്നേക്ക്. സാറേ, ഇതിനകത്ത് ബാലൻസ് ഇല്ല. ഓ, ഇത് സുനിത കേസ് അന്വേഷിക്കുന്ന ഓഫീസറാണ്. കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു?
ഡോക്ടർ പറഞ്ഞു 2 മാസമെങ്കിലാവും കുട്ടിക്ക് നോർമലാവാൻ. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിൽ. ഹരി, തൻ്റെ ഫോണിങ് മോളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ പറയണം. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഉടനെ പൊക്കിയിരിക്കണം. സർ. ഈ സുനിത കേസ് ആകെ ഒരു തലവേദനയാകുന്ന തോന്നുന്നത്. എടോ, ആളിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? സർ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മറ്റെല്ലാ സ്ഥലങ്ങളും CCTV ചെക്ക് ചെയ്തു. അവിടെ അങ്ങ് അവർ എത്തിയിട്ടില്ല സർ. സാർ, അവർ കേരളം വിട്ടുപോകാൻ സാധ്യതയില്ല. എന്നാ പിന്നെ കുഴിച്ച് താഴേക്ക് പോയി കാണും. എടോ, ആ മീഡിയ ഫുൾ വെളിയിലുണ്ട്. ഞാൻ എന്താ മൊഴിയുന്നേന്ന് നോക്കി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് എന്നെ ഒരു വൈറലാക്കി തരാൻ. അതൊന്ന് ഓഫാക്കടോ. അതിന്റെ പേര് കേരളം തകർന്നേ തകരട്ടെ. ഹരി, സുബോധ് എവിടെ പോയി? സർ, വാടി കടപ്പുറത്തിൽ വെള്ളം മോഷണം പോയി. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോയിരിക്കുക. സാർ, ചായ പറയട്ടെ സാർ? ഇതിന്റെ ഇടയ്ക്കാണോടോ ചായ? ഹരി, ഒരു പക്ഷേ ആ ബംഗാളിയിൽ മുങ്ങിയത് ആ വള്ളത്തിലാണെങ്കിലോ? അതെ സാർ, ആ സാധ്യത തള്ളിക്കളയാനാവില്ല. Then what's the delay? ആ വള്ളത്തിന്റെ ഓണറിനെ എനിക്ക് ഇന്ന് തന്നെ കാണണം. ഏർപ്പാട് ചെയ്യൂ. ഓക്കെ സർ. സാറുമാരെ 1-2 വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സാറേ, ആ നിൽക്കുന്ന പുള്ളി ഒരു മഞ്ഞപത്രക്കാരന്. പോലീസിനെ ആക്ഷേപിച്ചെഴുതുന്ന. ഓ, അത് ശരി. സാറേ, സുനിത വധക്കേസിൽ 2 നിരപരാധികളെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. താനാണോ തീരുമാനിക്കുന്നത്? അതിന് ഈ നാട്ടിൽ കോടതിയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോയത് മേലുദ്യോഗസ്ഥന്മാർ പോലും അറിഞ്ഞില്ലല്ലോ. സാറേ, പോലീസുകാരെ തലവരമാറ്റുന്ന ആളാ. പോലീസുകാർ പേടിപ്പിച്ചെന്ന് പറഞ്ഞ പീഡിപ്പിച്ചെന്ന് എഴുതി വെക്കുന്ന ആളാ. എടോ കോപ്പേ, താൻ എന്തെഴുതി പിടിപ്പിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ എന്ത് അക്രമം നടന്നാലും പ്രതിയെ ഞങ്ങൾ പൊക്കിയിരിക്കും. അത് ലീഗലായാലും ഇല്ലീഗലായാലും. മാറിയിക്കടോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അല്ലെങ്കിലും താൻ പണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ കണിശക്കാരനാണ്. ഇരിക്കടോ. താൻ ചായ കുടിക്കുക. വേണ്ട സർ. ഓ, ഞാൻ മറന്നുപോയി. താൻ ചായ കുടിക്കില്ലല്ലോ. പകരം പെഗ്ഗടിക്കല്ലേ പതിവ്. എന്നാൽ ഇവിടെ അതില്ല.
അങ്ങനെ പതിവൊന്നുമില്ല സാറേ. ഉള്ളിലെ കനൽ കടത്താൻ അതാ സാറേ നല്ലത്. സാർ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. തനിക്കൊരല്പം ധൃതിയുണ്ടല്ലേ? ഡേവിഡിന് അറിയാമല്ലോ, എൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ഞാനൊരു കേസ് അന്വേഷണവുമായി മലപ്പുറത്തായിരുന്നു. ന്യൂസിലൊക്കെ കണ്ടിരുന്നു. പിന്നെ സാറിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓർത്താണ് വരാതിരുന്നത്. എടോ, എനിക്ക് ആക്സിഡൻറ്റിലൊരു സംശയം. ഇത് വെറും ഒരു സംശയമല്ല. അതെന്താ സാർ അങ്ങനെ തോന്നാൻ? അത് ലോക്കൽ പോലീസ് അന്വേഷിച്ചതല്ലേ. അതൊരു ആക്സിഡൻ്റായി തന്നെയാണ് ഫയൽ ക്ലോസ് ചെയ്തത്. എൻ്റെ സംശയത്തിനൊരു കാരണമുണ്ട്. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായി. എൻ്റെ മകൻ്റെ മരണം ഒരു ആക്സിഡൻ്റ് അല്ല, അത് കരുതി കൂട്ടി ചെയ്ത ഒരു കൊലപാതകം. അതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കും സാർ. ആയിരിക്കും. എങ്കിലും എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി സത്യം അറിയാനുള്ള ഒരു ആഗ്രഹം. ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്തില്ലേ സാർ? അതൊരു എൻക്രിപ്റ്റഡ് കോളായിരുന്നു. സാർ, ഒരു ഫോൺ കോൾ ചെയ്താൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് ഈ കേസ് അന്വേഷിക്കും. പിന്നെ എന്താണ് സാർ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അതല്ല ഡേവിഡേ, നിയമപരമായി പോയാൽ ചാനലുകാർ അവർക്ക് തോന്നിയതുപോലെ പ്രചരിപ്പിക്കും. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ രഹസ്യമായി ഈ കേസ് അന്വേഷിക്കും. അതിനെന്ത് ചിലവ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. എന്ത് സപ്പോർട്ടും ഞാൻ ചെയ്യും. പ്ലീസ്, താൻ എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? താൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. തൻ്റെ ടീമിൽ എൻ്റെ ഒരു കുട്ടി കൂടെ ഉൾപ്പെടുത്തണം. ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ സാർ, ഞാൻ രാത്രി വിളിക്കാം. ஹலோ, வண்டி பாஸ் பண்ணிட்டேன். ഹരി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിറന്തലക്കേറ്റ മുറിവാണ് മരണകാരണം. സത്യദേവിൻ്റെ ഹൈറ്റ് 6.3 ആണ്. ബട്ട് ഈ കാറിൻ്റെ ഹൈറ്റും സത്യദേവിൻ്റെ ഹൈറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യദേവന്റെ തല ഒരിക്കലും ഗ്ലാസ്സിലിടിക്കില്ല. കമോൺ. സാറ് വിഷമിക്കണ്ട, വേണ്ടത് അണ്ണൻ എന്താണെന്ന് വെച്ച് ചെയ്തോളും. അതാണ്ട് അണ്ണൻ വന്നു. ചെന്നൈക്കുള്ള ലോഡൊക്കെ പോയല്ലോ അല്ലേ? അണ്ണാ, ആ സത്യദേവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാ വിളിച്ചത്. ആ ഡേവിഡ് അവിടെ ചെന്നിരുന്നെന്ന്. അയാളാകെ പേടിച്ച് വിറച്ചിരിക്കുക. നീ ആ ഫോണും എടുക്ക്. സാർ, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിതെല്ലാം ചെയ്തത്. പിന്നെന്താ ഇപ്പോൾ ഒരു എൻക്വയറി? അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് കൊടുക്കാനല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരും കൊടുക്കും. ആ മാർട്ടിനോട് കുറച്ച് ദിവസം സൂക്ഷിച്ച് നടക്കാൻ പറയണം.
നമ്മളെ ഫോളോ ചെയ്യുന്ന വണ്ടി ഇവിടെ സ്ക്രാപ്പ് യാർഡിലുള്ളതാ. മെർലിൻ എവിടെ കിട്ടിയ വിവരം? ഞാൻ ചുമ്മാ ഒന്ന് ചെടിഞ്ഞു നോക്കിയതാ. അതായിരിക്കണം. മിക്കവാറും മെർലിനെ റൂമിൽ കാണാറില്ല. ഓൾ ദ ബെസ്റ്റ്, ബട്ട് ബി കെയർഫുൾ. സാർ, അത് കോളീസ് അല്ല, ഒരു സ്കോർപ്പിയോയുടെ നമ്പറാണ്. അതും കോഴിക്കോടുള്ളത്. ഹരി, ഒറ്റയ്ക്ക് സത്യദേവനെ കൂടാതെ അവിടെ 2 പേരും കൂടി മരിച്ചു. ഒന്നൊരു സൈക്കാട്രിസ്റ്റും ഒന്നൊരു ലോക്കലിസ്റ്റും. ഈ സർ, ഒരു ഡീറ്റെയിലും ഇല്ലാതെ വണ്ടിയുടെ നമ്പർ പോലും അറിയാതെ എങ്ങനെ കണ്ടുപിടിക്കും? വെറും ഒരു കോമൺ വൈറ്റ് ആംബുലൻസ്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകും. ഏതൊരു മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ പ്രതീക്ഷകളാണ്. അടുത്ത സെക്കൻഡിൽ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും അറിയില്ല. ആ ഫൂട്ടേജ് ഒന്ന് പ്ലേ ചെയ്യൂ. സ്റ്റോപ്പ്. ഓ, വണ്ടിക്ക് എന്ത് പറ്റി? ഓയിൽ ചേഞ്ച് ആണോ? അത് ഓ, ബ്രേക്ക് കുറവായിരിക്കും. ആ, കുറെ പോലീസ് വന്നിരിക്കുന്നു. മൈനിൻ്റെ അടുത്ത് അറ്റൊക്കെ കളി. എത്ര എണ്ണത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നു. ആടാ നീ? അവിടെ നിൽക്കാൻ നിക്കട. അവിടെ നിന്റെ അടുത്ത് ചോദിച്ചാൽ ആരാ നീ? നിക്കടാ. നിന്റെ അടുത്തല്ലേടാ പറഞ്ഞു നിക്കാൻ. നിക്കാൻ. പബ്ബിലോട്ടായിരിക്കും അല്ലേ? ആർക്കറിയാം? ആശാനെന്താ പെണ്ണ് കെട്ടാതിരിക്കുന്നത്? ആര് ചോദിക്കാൻ? വെള്ളം അടിക്കാം, പെണ്ണു പിടിക്കാം. അതിന് മെർലിൻ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. പച്ചയ്ക്ക് പറഞ്ഞ വലിയ ആരാധനയായിരുന്നു ഡേവിഡ് സാറിനോട്. ആരാ ഈ നന്ദന? എന്താ ഈ കേസ്? എടോ, അത് കേസൊന്നുമല്ല, സാറിന്റെ ലവറായിരുന്നു. ലവറോ? ഡേവിഡ് സാറിനോ? അതെന്നാ, സാറിന് പ്രേമിച്ചൂടെ? അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രദേവ് സാറിന്റെ കാല പിടിച്ച് നിങ്ങളുടെ ടീമിൽ ചേർന്നത്. താൻ മുഖാന്തരം സാറിനൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അതുകൊണ്ട് പറയാം. ഇല്ല സാറേ, ടെൻഷൻ അടിപ്പിക്കാതെന്ന് പറ. അതാരാണെന്നറിയില്ല. ജീപ്പ് ഇങ്ങോട്ട് പറഞ്ഞോട്. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ വാർഡിൽ തോന്നിവാസം കാണിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ആഹാ, വാർഡ് കിടക്കുന്ന പോലെ തന്നെ ശുദ്ധിയും വൃത്തിയും ജനങ്ങളുടെ മനസ്സിന് വേണം. അത് ഈ നളിനാശന് നിർബന്ധമാണ്. രമേശ, കേറി തട്ടടാ. ഡേ, കൊല്ലാനല്ല, ലോറി തട്ടാൻ.
ആരും ഇല്ല ഇവിടെ, വാതിൽ തുറക്കാൻ. ആഹാ, എന്താ മെമ്പറെ രാവിലെ തന്നെ വീട്ടുപടിവാതിക്കൽ? വല്ല പിരിവും ഉണ്ടോ? ഏറ്റവും നല്ല വാർഡ് മെമ്പറുടെ അവാർഡ് മേടിച്ചതാണ് ഈ നളിനാക്ഷൻ. എന്നോട് എന്നിട്ട് പരിഹാസം. എന്താ മെമ്പറെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഞങ്ങളെ കോളനി തോന്നിയാസം കാണിക്കുന്ന. അയ്യോ, കുഞ്ഞായിരുന്ന കുഞ്ഞെന്തിവിടെ? നിങ്ങളൊക്കെ സമാധാനമായിട്ടിരിക്കൂ. ഇവനെ ഞാൻ നിയമത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായിരിക്കും. കൈ എവിടെ? കൊടുക്ക. കുഞ്ഞേ, ഇതൊക്കെ ഓർമ്മ വേണം കേട്ടാ. പറഞ്ഞുകൂട്. എന്തായാലും മെമ്പർ വിചാരിച്ചോണ്ട് അവിടുന്ന് മാനൊക്കെ ഊരി. അത് പിന്നെ ഈ ചന്ദ്രദേവിന്റെ ചെറുപോണെന്ന് പറഞ്ഞാലേ ഈ നാടിന്റെ ചെറുപോനാ, അറിയോ? പോകാതിരിക്കാൻ പറ്റൂ. ആ നാട്ടിൽ നിന്നാർക്കും പരിധിയില്ലാത്തോണ്ട് കൊള്ളാം. നീ ഒന്ന് മേടിച്ചാലേ നല്ല സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സുന്ദരികൾ വരും. പിന്നെന്തിനാണ് ചന്ദ്രൻ സാറിന്റെ വിലകളെ നടക്കുന്നത്? അതിന് കൂട്ടൊരു മെമ്പർ. അങ്ങനെ പറയരുത് മാർട്ടീനെ. അതെ മാർട്ടീനെ, നാടൻ കഴിക്കുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാ. അതിപ്പോ ചാരായാണെങ്കിലും. നിർത്ത്. എന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ഡേവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്ത്. അല്ല, അതിപ്പോ ഡേവിഡിന് എന്താ കുഴപ്പം? ആ സുഗതൻ നേതാവിനെ കൊന്ന കേസിലെ ദൃസാക്ഷി അവൻ. കോടതിയിലെങ്ങാനും പോയാൽ മെമ്പറെ എല്ലാരും ഗുരുവിനെ. എന്താടി നിനക്കെന്തിനാ ഇവിടെ കാര്യം? ഞാൻ വരുംകാല MLA ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? നിനക്കെന്തിനാ വേണ്ടേ? വന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മുറപ്പെണ്ണിനെ കെട്ടാൻ പോവാണെന്ന് അറിഞ്ഞു. അല്ല മോളെ, മോള് വിഷമിക്കണ്ട. സ്റ്റെപ്പില്ലായിരുന്നോ? നീയും കയറി പോരി. മാസ്റ്ററിന്റെ ബെഡ്റൂം കാലിയാ. ഞാൻ നോക്കിക്കോളാം. വേണ്ടട പട്ടികളെ, നിന്നെയൊക്കെ പോലീസ് നോക്കിക്കോളും. സുഗത നേതാവിനെ കൊന്നത് നീയൊക്കെയാണെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. ഇത് കുഴപ്പമാവോ? നല്ല നാടൻ ചിക്കൻ കറിയും ചോറും കഴിക്കുക. മാർട്ടിനെതിരെ സാക്ഷി പറയാൻ നീ കോടതിയിലെത്തിയാ പിന്നെ നീ തിരികെ പോവില്ല, ഓർത്തോ? നിന്നെപ്പോലുള്ള ഊച്ചാളികൾ പേടിക്കാനല്ലടാ ഞാൻ IPS ചേരക്കുന്നത്. വേണ്ട വിട്ടേക്ക്. ഞാൻ കണ്ട കാര്യം എവിടെയും പറയും. നിനക്ക് എന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉണ്ടാക്ക്. നീ എടുത്തോണ്ട് പോടാ. ഡേവിഡേ, ഇങ്ങ് വാടാ. എന്നാ ഉണ്ട് വിശേഷം? ഓ, എന്നാ പറയാനാന്നേ, റബ്ബർ വില ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിന്നെ പോലെ അന്നേ ഒരു സർക്കാർ ജോലി നോക്കിയാൽ മതിയായിരുന്നു. ഈ റബ്ബർ മരം കാരണം നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവുന്ന മനസ്സിലായോ? അതുകൊണ്ട് ഈ വ്യാപാരം നിർത്തുന്നതാ നല്ലത്. റബ്ബർ പോയാലെന്താ, നമ്മുടെ നാടിന് ഒരു IPSകാരനെ കിട്ടിയില്ലേടാ. എന്നാലേ വൈകിട്ട് കാണാം. കുപ്പി ഒന്ന് സംഘടിപ്പിച്ചു വെച്ചേരെ. ഓ ശരി, മോൻ പോയിട്ട് വാ. അതും എൻ്റെ വിധിയാണല്ലോ. മണിയണ്ണ സുഖമല്ലേ? ആരുടെങ്കിലും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ വെയിലത്തുനിന്ന് പള്ളിയിൽ നിന്ന് ഇവിടം വരെ നടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തൊരു വെയിലാ മാതാവേ ഇത്. ഡേവിഡ് മോനെ, നീ വന്നോ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? ഇതാ പോടാ. അമ്മച്ചി ഈ മക്കളുടെ സ്പർശം അറിയാനേ IPS ഉദ്യോഗം ഒന്നും വേണ്ട കേട്ടോ, മനസ്സിലായോ? നിന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു.
ദൂരെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ എന്റെ കണ്ണ് പൊത്തും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ. ഞാൻ വല്ലോന്റെ പേര് വിളിച്ചു പറയും, പിന്നെ അടിയായി വഴക്കായി എന്റെ മാതാവേ, പിന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കുക. ആ മതി മതി, അമ്മ നല്ല ചിക്കൻ കറി ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കാം. പോയി കുളിച്ചിട്ട് വരാം. പെട്ടെന്ന് പറഞ്ഞേ മോനെ. പാവോ. ആ മോനെ ഡേവിഡേ, ഞാൻ പറയാൻ മറന്നു, നീ കവല വരെ ഒന്ന് പോണം. മെമ്പറിന് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയില്ല, നീ ഒന്ന് പോയിട്ട് വാ. ശരി ശരി. ആ മാർട്ടിനെ കൊണ്ട് ഒരു വിധത്തിൽ ജീവിക്കാൻ വയ്യ. എന്നും വന്നവിടങ്ങ് ബഹളവും ശല്യമാണ്. ഇനി എങ്ങോട്ട് പോകാനാ സാറേ? കുട്ടികളും എല്ലാം ആയിട്ട് എന്തോ. നമസ്കാരം. മാർട്ടിനോട് ഞാൻ സംസാരിക്കാം, പ്രശ്നം പരിഹരിക്കാം. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, പരിഹാരമുണ്ടാക്കാം. മെമ്പർ തിരക്കിന്ന് അമ്മ പറഞ്ഞു. നിനക്ക് ജോലി കിട്ടിയാൽ മറിയ ചേട്ടത്തിയുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറും. അതിനിപ്പോ തടസ്സമൊന്നും ഇല്ലല്ലോ മെമ്പറെ. ചന്ദ്രദേവ് എന്നെ ഒന്ന് കണ്ടിരുന്നു. അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അയാൾ പറയുന്നത് ശരിയാണ്. മെമ്പർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ നല്ലൊരു ബന്ധം നിനക്ക് ഞാൻ തന്നെ ശരിയാക്കി തരാം. മതേതരത്വം എന്ന് പറയുന്നത് കവല തോറും പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല, ഇങ്ങനെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനും കൂടിയുള്ളതാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് അയാളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ശ്രമം, അത്രേ ഉള്ളൂ. മെമ്പർ ആദ്യം പഞ്ചായത്തിലെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്ക്, എന്നിട്ട് മതി നാട്ടിലുള്ളവർക്കുള്ള ദല്ലാള് പണി. ഇത് ഇച്ചിരി പണിയാ. അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ ഈ കേസ് വിട്ടു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. സാരമില്ല. മെമ്പർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇനി എന്താന്ന് വെച്ചാൽ എനിക്കറിയാം. മെമ്പർ ഫോൺ വെച്ചോ. എടാ ഡേവിടെ, നിനക്ക് പ്രതീക്ഷ ഉണ്ടോടാ? എക്സാം നീ പാസ്സാവോ? 99% ഓക്കെ, പിന്നെ 1% അത് ദൈവത്തിന്റെ കയ്യിലാ. അത് പോട്ടെ. നാട്ടിലൊക്കെ ഒരു വിഷയമായിട്ട് കിടക്കുക നിന്റെ നന്ദനയായിട്ടുള്ള ബന്ധം. നീ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാ. എന്റെ കോശിച്ചാൻ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നിന്നെ എനിക്ക് കൈവിടാൻ പറ്റൂടാ. നിനക്കൊരു പ്രശ്നം വന്നാല് നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും, എന്നും. പിന്നെ വാ കേറ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. വേണ്ട ഏട്ടാ, നടന്നു പൊക്കോളാം. നീ ഇങ്ങോട്ട് കേറിയേ. നാളെ നീ എൻ്റെ ഭാര്യയാകാനുള്ളതാ. കണ്ടവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടി നടക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഭാര്യയാകുന്ന കാര്യം? പറഞ്ഞോടി, മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവനും വല്ല വസ്ത്രാലയം കൊണ്ട് തിന്നാൻ ഞാൻ അനുവദിക്കുന്നില്ലേ? വിളച്ചെഴുത്തലുണ്ടല്ലോ, കൊന്നുകളെ ഞാൻ. ആ ഡേവിടെ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോടാ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കോശിച്ചാൻ എന്താ ഒരു മുഖവരെയൊക്കെ? അപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ. ആ സുഗതനക്കൊന്ന കേസിലേ നീ സാക്ഷി പറയാൻ പോകരുത്. കോശായോ? ഒന്നാമത് ഇവൻ ഞങ്ങളുടെ കുടുംബത്തിന് തലവേദനയാ, അതിൻ്റെ ഇടയ്ക്ക് ഇതും. നിനക്ക് ക്യാഷ് വല്ലതും വേണോ? എത്രയെന്ന് വെച്ചാൽ തരാം. നന്ദനയുടെ കാര്യത്തിൽ നിന്നും നീ പിന്മാ. എടാ, നമുക്കെന്തിനാടാ ഈ കേസും പഴക്കമൊക്കെ? നിനക്കൊരു ജോലിയൊക്കെ കിട്ടാനുള്ളതല്ലേ, നീ അങ്ങ് സമ്മതിക്കേ. ഈ നന്ദനയുടെ കാര്യം ശരി, ഈ സുഗതമാഷിന്റെ കാര്യത്തിൽ ഞാൻ സാക്ഷി പറയുന്ന ഇവർക്കെന്താ കാര്യം?
കോശിച്ചായ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചവനാ സുഗതം മാഷ്. ആ സുഗതം മാഷിനെ തെരുവ് പട്ടിയെ പോലെ കൊന്നു തള്ളിയമാരോട് ഞാൻ ക്ഷമിക്കണോ? അതിന് ഞാൻ മരിക്കണം. ചേട്ടത്തി കുറച്ച് പുഴമീൻ കിട്ടി. എന്നെ കൊണ്ട് പാചകം ചെയ്യാൻ വയ്യ. ഡേവിഡ് വന്നതല്ലേ, ചേട്ടത്തി അവന് വെച്ചു കൊടു. എന്നാ ഇതിന്റെ പൈസ ഞാൻ തരും കേട്ടോ. മാർട്ടിൻ എന്താ ഇവിടെ? ഞാൻ ചേച്ചിയെ ഒന്ന് കാണാൻ വന്നതാ. എന്തു പറ്റി? എന്താ കാര്യം? അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡേവിഡിനെ കുറിച്ച് ചേച്ചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അവൻ വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലല്ലേ. നീ കാര്യം പറഞ്ഞില്ലല്ലോ. ആ നന്ദനയുള്ള അടുപ്പം അതൊരു പ്രശ്നമാണ്. എടാ, അവന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. അവന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ എതിര് നിൽക്കാറുമില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവിടെ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന്. അന്നേ അവന്റെ കൈയും കാലും വെട്ടിയിട്ടാ മതിയായിരുന്നു. മതി. ഡാ, ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്റെ തനി കൊണ ഇവൻ കാണും. എന്റെ കാലി കിടക്കുന്ന ചെരുപ്പെടുത്ത് ഇവന്റെ കവാടത്ത് ഞാൻ കൊടുക്കും. ഡാ ചെറുക്ക, നീ പോടാ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഡേവിഡ്, ഡേവിഡ്, എന്താ സാറേ? എന്താ സാറേ ഇവിടെ? നീ ഇന്നലെ ആരെങ്കിലും തല്ലിയോ? ആ പാലത്തിനടുത്ത് വെച്ചു. അതൊരു ചെറിയ പ്രശ്നമുണ്ടായി. അതൊരു ചെറിയ പ്രശ്നമല്ല. നീ തല്ലിയത് ഒരു കൂട്ടം സുവിശേഷക്കാരെയാ. അവന്മാരെ കണ്ടിട്ട് സുവിശേഷക്കാരായിട്ട് തോന്നുന്നില്ല. ഈ കരയിൽ മുമ്പ് കണ്ടിട്ടുമില്ല. ഇത് 2 സഭക്കാരുടെ പ്രശ്നമാക്കി തീർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ജോലിക്ക് തടസ്സമായി വരും. നിന്നെ ഒരു പോലീസുകാരനായി കാണണമെന്നുള്ള മോഹം കൊണ്ട് പറഞ്ഞതാണ്. സാറെന്തിനാ എന്നെ തേടി ഇവിടെ വന്നത്? നീ ഇവിടെ കാണൂന്ന് ഞാനാ മുത്തച്ഛനോട് പറഞ്ഞേ. സാറ് ക്ഷമിക്കണം. ആരെ അപമാനിക്കാനോ നോയിക്കാനോ അല്ല ഞാൻ നന്ദനെ സ്നേഹിച്ചത്. ഒന്നും പറയണ്ട. നന്ദനമോൾ എൻ്റെ ഒരു കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ രക്ഷിക്കാൻ. എന്തായാലും ഞാൻ വക്കീലുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് തത്സമയം പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതായി ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. സാറിൻ്റെ സുഹൃത്തിൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അവൻ സർട്ടിഫിക്കറ്റ് തരൂ. ഇത് കേസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യും. എസ് ഐയോട് ഞാൻ സംസാരിച്ചു.
എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ഹോസ്പിറ്റലിനെ ബാധിക്കും. അതുകൊണ്ടാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരങ്ങനെ പറയുന്നത്. സമ്മതിക്ക്. ഞാനും നീയും മുത്തച്ഛനും മാത്രമല്ലേ ഉള്ളൂ. സത്യം എന്താന്ന് എനിക്കറിയാവല്ലോ. വേറെ ആരെ ഇനി ബോധ്യപ്പെടുത്തേണ്ടേ? സമ്മതിക്ക്. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് പുറപ്പെടാം. പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ എല്ലാം കുളമാകും. വരൂ. ഡേവിഡ്, എന്താ ആലോചിക്കുന്നത്? എല്ലാം ശരിയാവും. നന്ദനയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ. സിസ്റ്റർ, ആ ഇഞ്ചക്ഷൻ കൊടുത്തരാം. എടോ IPS, തനിക്ക് ഉറങ്ങാനുള്ള മരുന്നാ. വല്ല സർക്കാർ ഡോക്ടറും ചെക്ക് ചെയ്താ തൻ്റെ ശരീരത്തിൽ എന്തേലും മരുന്നിൻ്റെ അംശം വേണ്ടേ? സിസ്റ്ററെ, ഇഞ്ചക്ഷൻ കൊടുത്തരാം. കൂൾ കൂൾ.
അതൊക്കെ പിന്നെ പറയാം. 2 മാസം എന്നെ മയക്കി കിടത്തിയിരിക്കുമായിരുന്നു. മുത്തശ്ശൻ നമ്മൾ ചതിക്കുകയായിരുന്നു. ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഡോക്ടറെങ്കിലാ ഫോൺ എടുത്തേ. എന്നെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. സാരമില്ല, ഞാൻ വന്നല്ലോ. നീ വേഗം തോട്ടത്തിലേക്ക് വാ. നമുക്കിവിടെ നിന്ന് ആപത്താണ്. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. എന്റെയും വിഷ്ണുവേട്ടൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാ. നന്ദനെ, നീ അതിന് സമ്മതിച്ചോ? വേറെ വഴിയില്ല. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. നാട്ടിൽ അറിയപ്പെടുന്ന മനോരോഗിയാ നീ. എന്ന് വെച്ചാ ഭ്രാന്തൻ. ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ ഈ നാട്ടുകാർ എന്നെ ഒരു ഭ്രാന്തിയായിട്ടല്ലേ കാണൂ. നിനക്കറിയാമല്ലോ സത്യം എന്താണെന്ന്. ഞാൻ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? നീ ഈ നാട്ടിൽ നിന്ന് പോണം. ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ വരരുത്. ഇതെന്താണെന്നറിയാമോ? ഇത് നിനക്ക് മെന്റലാണെന്ന സർട്ടിഫിക്കറ്റ്. ഇത് കോടതിയിലെത്തിയാൽ നിനക്കൊരിക്കലും ജോലി കിട്ടില്ല. പോലീസിലെന്നല്ല, ഒരു പെട്ടിക്കടയിൽ പോലും. എന്താ സാറേ, ഭീഷണിയാണോ? ഒരിക്കലുമല്ല. എൻ്റെ കൊച്ചുമകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുപോലെ നിൻ്റെ അമ്മയുടെ ആഗ്രഹം. നീ ഒരു പോലീസുകാരനാകുക എന്നുള്ളതാണ്. അത് നീ സാധിച്ചു കൊടുക്കണം. ഇതാ ഒരു കല്ലിന് 2 മാങ്ങാന്ന് പറയുന്നത്. സത്യം സാറിന്റെ പ്രശ്നവും തീർന്നു, എന്റെ പ്രശ്നവും തീർന്നു. മറിച്ചായാൽ ഇത് കോടതിയിലെത്തും. പിന്നെ എടാ മോനെ, നീ താടിയൊക്കെ എടുത്തിട്ട് നീ ഒരു മനുഷ്യക്കോലാവാൻ നോക്ക്. ഇതാ പിടിക്ക്, ചെല്ലടാ, ചെല്ലു കുഞ്ഞേ. ചന്ദ്രൻ ചേട്ടോ, ഒരു ചായ. ഡേവിഡ്, ഇവിടെ പാലും പഞ്ചാരയൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും പോയി കുടി. ഡേവിഡേ, ആ തിരുമേനിയോ?
എല്ലാം ഞാൻ കേട്ടു, വിഷമിക്കണ്ട. തിരുമേനിക്ക് എൻ്റെ അടുത്ത് വരാൻ പേടിയാവുന്നില്ലേ? ചിലർക്ക് പണത്തിനോട് ഭ്രാന്ത്, ചിലർക്ക് മണ്ണിനോട് ഭ്രാന്ത്, ചിലർക്ക് പെണ്ണിനോട് ഭ്രാന്ത്. അങ്ങനെ ഓരോ മനുഷ്യരും പലതരക്കാരാ. പക്ഷേ തന്നെ എനിക്ക് മനസ്സിലാവും. ഡേവിഡേ, ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മ ആശുപത്രിയില്ല. നിങ്ങൾ മകനാണല്ലേ? അമ്മയ്ക്ക് അല്പം സീരിയസാ. ഒരു സർജറി വേണ്ടിവരും. അതിന് 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ഇത്രയും രൂപ ഞാൻ എവിടും സംഘടിപ്പിക്കും? എന്നാ വല്ല സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. താങ്കൾ ആലോചിച്ചിട്ട് റിസപ്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി. ഞാൻ ഡേവിഡാ. അമ്മയ്ക്കൊരു സർജറി വേണം. 3 ലക്ഷം രൂപ വേണം. എന്നെ ഒന്ന് സഹായിക്കണം. മോനെ ഡേവിഡേ, ബിസിനസ്സൊക്കെ ആകെ ഡല്ലാടാ. മേരിയുടെ മാല പണയം വെച്ചിട്ടാ ഈ മാസം വണ്ടിയുടെ CC തന്നെ അടിച്ചത്. തൽക്കാലം നീ വേറെ വല്ല വഴിയും നോക്ക്. ആ വട്ടൻ ഡേവിഡാ, അവനെ 3 ലക്ഷം രൂപ കടം വേണോന്ന്. അവന് പൈസ കൊണ്ട് കഞ്ചാവ് വാങ്ങാനാ. ഇതൊക്കെ അവൻ്റെ ഒരു നമ്പർ അല്ലേ? ആ വട്ടന് കടം കൊടുത്ത കേസ് കൊടുത്തു പോലും തിരിച്ചു മേടിക്കാൻ കഴിയില്ല. അവനെ അങ്ങ് ഒഴിവാക്കിയാരെ. ഞാനിപ്പോ അവനെ കാണുമ്പോൾ ഒളിച്ചു നടക്കുക. അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച പോലെ ഒളിച്ചു നടക്കേണ്ട അവസ്ഥ. ദയനീയ. അമ്മയുടെ ജീവൻ വേദനിപ്പിക്കാതെ എടുക്കണേ. എന്തിനാ വിഷമിക്കുന്നേ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്. അതെന്റെ മോൻ നടത്തി തരണം. അമ്മച്ചിയുടെ ഏത് ആഗ്രഹവും ഞാൻ നടത്തി തരും. എന്റെ മോൻ ഒരു IPS ഓഫീസർ ആവണം. അമ്മച്ചിക്ക് വേറെ ഒന്നും വേണ്ട മോനെ. നാട്ടുകാർ അന്ന് മോനെ മനസ്സിലാക്കും. അമ്മേ, 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 ഡോക്ടർ. എന്തു പറ്റി? ഞാനും അപ്പനും ഡൽഹിയിലായിരുന്നു.
വന്നപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത്. എന്നോട് ക്ഷമിക്കണ്ടേ ഇവിടെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. തൻ്റെ ജോലിക്കാരി എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ അപ്പൻ ഡൽഹി പറഞ്ഞിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ടോ കൂടെ. അതൊന്നും സാരമില്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് കൈമോശം വന്നാൽ പിന്നെ എന്ത് പ്രയോജനം? പക്ഷേ കണ്ടാ പറയില്ല ഇത്രയും വിഷമമുള്ള ആളാണെന്ന്. ഗ്രേറ്റ്. എന്നാലേ പോയി കിടന്നുറങ്ങും, രാവിലെ ജോലിയുള്ളതാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ആരാ? ഞാൻ കുറച്ച് ദൂരേന്നാ, ചാനലിൽ നിന്ന് വരുവാ. എന്താ കാര്യം? അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാൻ പുറത്തു നിന്നോളാം. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. മനസ്സിലായില്ല. ഞാൻ തമിഴ്നാട്ടിൽ വാഹനാപകടങ്ങളിൽ മരിച്ച ആളുകളെ കുറിച്ചുള്ള ഒരു ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. ഇവിടുത്തെ സാർ തമിഴ്നാട്ടിൽ നടന്നൊരു അപകടത്തിൽ മരിച്ചതല്ലേ, എന്തിനാണ് സാർ തമിഴ്നാട്ടിൽ പോയത്? വൃന്ദേ, പോയിരുന്നു പഠിക്ക്. അസോസിയേഷന്റെ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി തിരുനെൽവേലി പോയതാ. അവിടുന്ന് കാർഡ് വന്നു, പിന്നെ മാർട്ടിന്റെ ക്ഷണവും ഉണ്ടായിരുന്നു. ഓക്കെ മാം, താങ്ക് യു. ആ ശരി. ഡേവിഡ്, മാർട്ടിനെ നീയാ പൊക്കിയെന്ന് എനിക്കറിയാം. അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും. മുരുകേഷ, എന്നെ നശിപ്പിക്കാൻ നീ നിന്റെ ഡീസൽ വെറുതെ കത്തിക്കണ്ട. എന്താടാ? ആ ഹരി, നാളെ ട്രിവാൻഡ്രത്ത് വെച്ച് കാണാം. താൻ നാട്ടിലൊക്കെ പോയിട്ട് സമാധാനമായിട്ടങ്ങ് എത്തിയാൽ മതി. ഞാൻ രാവിലെ വൈഫിട്ട് മറ്റന്നാൾ എത്തിക്കോളാം. ഓക്കെ, ഞാൻ ഇറങ്ങുക. ഇനി എന്നാൽ ലേറ്റ് ആവും. അപ്പോഴേ ഞാനും സാറിന്റെ കൂടെ ഒന്ന് വരുവാ. എന്നെ ചന്ദ്രദേവ് സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. വന്നോളൂ. എന്തായി? നഷ്ടമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയോ? ലോകത്ത് ഒരു ട്രെയിനിങ്ങിലും കിട്ടാത്ത വലിയ അനുഭവം എനിക്ക് കിട്ടി. മനസ്സിലായില്ല.
ഈ കേസിലെ പ്രധാന പ്രതിയായ മാർട്ടിനെ വെറുതെ വിടാനുള്ള കാരണം? നമ്മുടെ ദൗത്യം കഴിഞ്ഞു. ഇപ്പം നടന്ന മരണം സാധാരണമോ അസാധാരണമോ? പിന്നെ ആരാണ് അത് ചെയ്തത്? നമ്മളത് കണ്ടെത്തി കഴിഞ്ഞു. സർ, മാർട്ടിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. തെളിവുകൾ, സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടോ? തെളിവുകളെല്ലാം നശിപ്പിച്ചില്ലേ? സാക്ഷികളെല്ലാം കൊന്നില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? സർ, ആ കൊലയാളി മാർട്ടിനല്ല, മാർട്ടിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? മാർട്ടിൻ അയാളെ നിരന്തരം വിളിച്ചു. അയാളുടെ അടുത്തിടെ മാർട്ടിൻ ആയതുകൊണ്ടാണ് ഞാൻ... ബാക്കി ഞാൻ പറയാം. എന്നാൽ നമുക്കിനി കുറച്ചേരം പുറത്തിറങ്ങി സംസാരിക്കാം. ഞാൻ പറയാം. മെർലിൻ മാർട്ടിനെ മറ്റൊരിടത്തേക്ക് മാറ്റി. മാർട്ടിനിൽ നിന്നും ഞാനൊരു സത്യം മനസ്സിലാക്കി. മാർട്ടിന് നിരന്തരമായി വന്നിരുന്ന ആ കോൾ ആരുടേതാണെന്ന്. യെസ്, ഡേവിഡ് സാമുവൽ, CBCID. That is my number. പക്ഷേ നിനക്ക് തെളിയിക്കാൻ ഒരു സാക്ഷി പോലും ഇന്ന് ജീവനോടെ ഇല്ല. ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ വന്നത് തെളിവുണ്ടാക്കാനല്ല, ഉള്ള തെളിവ് നശിപ്പിക്കാൻ. അഡ്വക്കേറ്റ് സത്യദേവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊന്നതും, ആംബുലൻസ് ഡ്രൈവർ മൊയ്തീനെ കൊന്നതും, വർക്ക്ഷോപ്പ് മേശിരി സുഗുണനെ കൊന്നതും എല്ലാം ഞാനാണ്. അങ്ങനെ എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ നശിപ്പിച്ചു. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് സത്യദേവിനെയും സൈക്കോളജിസ്റ്റിനെയും കൊന്നതെന്ന് മാർട്ടിൻ പറയും. അതിന് മാർട്ടിൻ എവിടെ? എന്റെ കസ്റ്റഡിയിലുണ്ട്. എവിടെ സംസാരിക്കണമെങ്കിലും മാർട്ടിൻ വരും. അതിന് നമ്മുടെ കോടതിയിൽ ആത്മാക്കൾക്ക് സംസാരിക്കാനുള്ള മാർഗം ഇല്ലല്ലോ മെർലിൻ. എനിക്ക് സംശയമുണ്ടായിരുന്നു. നീ പോയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ നിന്നെ ഫോളോ ചെയ്തിരുന്നു. സൈക്കോളജിസ്റ്റിന്റെ വീട്ടിൽ നീ എൻക്വയറിക്ക് പോയപ്പോഴും മാർട്ടിനെ നീ ഒളിവിൽ താമസിപ്പിച്ചെടുത്തുമെല്ലാം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ് നീ സത്യദേവിനെയും സൈക്കോളജിസ്റ്റിനെയും കൊന്നത്? ഞാൻ പറയുന്ന അനുസരിച്ച് നീ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ സുഗത നേതാവിന്റെ കേസ് കുത്തിപ്പോക്കി നീ പുറത്തിറങ്ങാത്ത വിധം നിന്നെ ഞാൻ പൂട്ടും. അവന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും എന്ത് വന്നാലും നീ പുറത്തിറങ്ങരുത്. എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ നിന്നെ വിളിച്ചോളാം. ടേക്ക് കെയർ. ക്ഷമിക്ക് മാർട്ടിനെ, എനിക്കൊരു തെളിവും ബാക്കി വയ്ക്കുന്ന സ്വഭാവമില്ല. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വാളെടുത്തവൻ വാളാൽ.
ഓക്കെ സർ. അന്വേഷണം എവിടം വരെയായി? വല്ല തുമ്പും കിട്ടി? പൂർത്തിയായി സാർ. എനിക്കറിയാം തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നടക്കുമെന്ന്. അതുകൊണ്ടാ അങ്ങനെ ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചത്. വളം വന്നിട്ടുണ്ട് സാർ. എന്തിനാണ്? ചെക്ക് കൊടുത്താൽ മതി. ആ അത് മതി. കണ്ടോ, കിടക്കുന്ന കിടപ്പ് കണ്ടോ? വിഷ്ണുവിന് എന്താ സംഭവിച്ചത്? തമിഴ്നാട്ടിൽ വെച്ച് വണ്ടി ഇടിച്ചാ. ഞാൻ ചായ എടുക്കാം. എന്നാ സാർ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ അതവിടെ വെച്ചോളൂ. സാറിന്റെ രാഷ്ട്രീയ പിൻഗാമിയാകാൻ കുടുംബത്തിൽ ആളില്ലാതായി പോയില്ലേ സാറേ? ഞാൻ വരട്ടെ. ഹലോ. താൻ പറഞ്ഞത് ശരിയാണല്ലോ. എനിക്ക് ശേഷം എൻ്റെ രാഷ്ട്രീയ പിൻഗാമിയാവാൻ എൻ്റെ കുടുംബത്തിലാണ് എന്നാണ് ഞാൻ കരുതിയത്.